പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിച്ചവരാ നിങ്ങൾ ഞാൻ. യേശുക്രിസ്തുവിന്റെ സ്നേഹം, യേശുവിന്റെ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിനകത്ത് നിത്യജീവൻ അവകാശികളായിട്ട് നമ്മളെ മാറ്റി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകേണ്ടവരും നശിച്ചു പോകേണ്ടവരും ശൂന്യമായി തീരേണ്ടവരുമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് നമ്മളിൽ പകർന്ന ആ സ്നേഹം, ആ കർത്താവിന്റെ സ്നേഹമാണ് നമ്മളെ മാറ്റിയത്, നമ്മളെ മറിച്ചത്, നമ്മളെ സന്തോഷവാന്മാർ, അഡ്രസ് ഇല്ലാതിരുന്ന് നമുക്ക് അഡ്രസ് തന്നത്, നമുക്ക് ജീവൻ തന്നു നിർത്തിയിരിക്കുന്ന കർത്താവിന്റെ അസാധാരണമായ ആ കൃപയ, ദയ. അതുപോലെ യേശുവിനെ സന്ദർശിച്ച് നാം കർത്താവിനെ സ്വീകരിച്ചപ്പോൾ നമ്മള് ദൈവമക്കളായിട്ട്, റോമാലേഖനം 8-ാം അധ്യായത്തിന് 32-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലത് നമുക്ക് നൽകാതിരിക്കും. നമുക്ക് സ്വന്തം പുത്രനെ പോലും ആദരിക്കാൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവനായ കർത്താവ്. നമുക്ക് നമ്മുടെ ദൈവവചനത്തിൽ കാണുമ്പോൾ യേശുക്രിസ്തുവിന്റെ കുറിച്ച് ആളുകൾ എന്താണ് പറയുന്നതെന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പല നിലയിലുള്ള കമന്റുകളുണ്ട്. യെരമ്യാവ് എന്ന് പറയുന്നു, ഏലിയാവ് എന്ന് പറയുന്നു, പല രീതിയിൽ അവർ പറഞ്ഞു. പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഉടൻ തന്നെ കർത്താവോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയും? മറുപടി പെട്ടെന്ന് ഇങ്ങനെയായിരുന്നു പത്രോസിന്റെ മറുപടി: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു അടുത്ത് പറഞ്ഞ വാക്കിതാണ്: ബർയോന ശീമോനെ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എന്നാൽ 17-ാം വാക്യത്തില് യേശു പറഞ്ഞത്, ബർയോന ശീമോനെ, ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തിയത്, നിനക്ക് സ്വർഗ്ഗസ്ഥനായ പിതാവ് ഇത് വെളിപ്പെടുത്തി തന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമാ, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. അപ്പൊ അവിടെ കർത്താവ് പറയുന്നത്, യേശുവിനെ ക്രിസ്തു എന്നുള്ള വെളിപ്പാട് അത് പത്രോസിന്റെ ബുദ്ധിയാൽ പറഞ്ഞതല്ല. പത്രോസിന് പിതാവ് വെളിപ്പെടുത്തി തന്നിട്ട് പത്രോസ് പറഞ്ഞതാണ്. അപ്പൊ പിതാവിനാൽ ലഭിച്ച വെളിപ്പാട്. അപ്പൊ നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പിതാവാണ് പത്രോസിന് നൽകിയത്. ഇത് പത്രോസിന് പിതാവ് നൽകി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടങ്ങളിലൊക്കെ യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന പ്രസ്താവനയോടുകൂടെയാണ്, ആമുഖത്തോടുകൂടെയാണ് പ്രവാചകന്മാർ പ്രവചനം ആരംഭിച്ചത്. അപ്പൊ അവിടെ എല്ലാം അവർ ഉപയോഗിച്ച വാക്കിതാണ്, യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആ പ്രഖ്യാപനത്തോടുകൂടിയാണ് അവരുടെ പ്രവചന ശുശ്രൂഷകളെല്ലാം ആരംഭിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ അത് കാണുമ്പോൾ, തുടർന്ന് നമ്മൾ കാണുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യേശു പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പിതാവിനടുക്കൽ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരുത്തൻ. അപ്പൊ കാര്യസ്ഥൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തും. പിതാവിൽ നിന്ന് കേട്ട് അവൻ നിങ്ങളോട് പറയും, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരും. ഇപ്പോഴ് ഇത് പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇതുവരെയും പിതാവാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, യഹോവ അരുളി ചെയ്യുന്നതെന്നല്ല ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം യഹോവയുടെ ശബ്ദമായിട്ട് പിതാവിന്റെ വെളിപ്പാടാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പത്രോസിന് ലഭിച്ചത്. എന്നാൽ നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, യേശുവിനെ പരിശുദ്ധാത്മാവ് കൂടാതെ ആർക്കും കർത്താവെന്നും ദൈവപുത്രനെന്നും അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പൊ അവിടെ പരിശുദ്ധാത്മാവാണ് യേശുവിനെ ദൈവപുത്രനെന്ന് ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ നമ്മൾ കാണുമ്പോൾ, യേശുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, നമുക്ക് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും പിതാവ് ഒന്നാകും. പിതാവിനെയും പുത്രനെയും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതല്ല. അപ്പൊ നമുക്ക് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അതിന് ശരിയായ മനസ്സിലാക്കലിലേക്ക് പോകാൻ മറഞ്ഞിരുന്നവനായ ആത്മാവ് ദൈവം ആത്മാവാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 4:24 വ്യക്തമായിട്ട് പറയും. അപ്പൊ മറഞ്ഞിരുന്നവനായ ആത്മാവ്, ആ ആത്മാവാണ് പിതാവായ ദൈവം. എന്നാൽ വെളിപ്പെട്ടവനായ ആത്മാവ്, യേശുവിടെ വെളിപ്പെട്ടവനായ ആത്മാവ്, അതാണ് പുത്രനായ ദൈവം. അപ്പൊ പുത്രത്വത്തിന്റെ ആത്മാവ്, പിതാവിന്റെ ആത്മാവ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിതാവിനെയും വെളിപ്പെടുത്തുന്നത് ആത്മാവാണ്, പുത്രനെ വെളിപ്പെടുത്തുന്ന ആത്മാവ്. പിതാവിന്റെ പ്രവൃത്തിയും വെളിപ്പെടുത്തുന്നത് ആത്മാവിലൂടെയാണ്, പുത്രന്റെ പ്രവൃത്തിയും വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിലൂടെ. അപ്പൊ ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് പിതാവിനെ പുത്രനെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് ഈ തൃത്വത്തെ കുറിച്ചുള്ള
വിമർശനമെന്നല്ല ഞാൻ പറയുന്നത്, തെറ്റായ അറിവുകൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. നമുക്ക് അതിനെക്കുറിച്ചുള്ള തെറ്റായ അറിവുകൾ മാറി വ്യക്തത ഉണ്ടാകാൻ വളരെ ഈസി. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശു പറഞ്ഞൊരു കാര്യം ഇതാ: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ അവിടെ യേശു ക്രിസ്തു പറയുന്നത് പിതാവ്, യേശു, വഴി, ഇതെല്ലാം ഒരുമിച്ച് അവിടെ കർത്താവ് പറയും. അപ്പം യേശു പറയുന്ന ഒരു കാര്യം, ഞാൻ വഴിയും സത്യവും ജീവനുമാകും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അപ്പൊ എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്താൻ സാധിക്കില്ല. അപ്പോഴും പിതാവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ ഏക മാർഗമേ ഉള്ളൂ, അത് യേശുവാണ്. യേശു ക്രിസ്തു അല്ലാതെ വേറൊരു മാർഗമില്ല പിതാവിന്റെ അടുക്കൽ എത്താനായിട്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്, യേശു ക്രിസ്തു എന്ന് പറയുന്ന പേഴ്സണാലിറ്റി, യേശുവിന്റെ അടുക്കൽ എത്തുക, അപ്പൊ യേശുവിലൂടെ മാത്രമേ പിതാവിന്റെ അടുക്കൽ എത്താൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും യേശുവിന്റെ പുറമെയുള്ള രൂപത്തിന് പ്രാധാന്യം കൊടുക്കുകയും ആ രൂപത്തിന് കൊടുത്ത പ്രാധാന്യം കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തുള്ള ആത്മീകമായ ജീവിതത്തിന്റെ പലവിധമായ മേഖലകളിൽ നമുക്ക് വിഭിന്നമായ ചിന്താഗതികളും തെറ്റായ ധാരണകളും നമ്മുടെ മനസ്സിൽ കയറാനിടയായി. യഥാർത്ഥത്തിൽ യേശുവിന്റെ രൂപത്തെയല്ല നാം കാണേണ്ടത്, യേശുവിന്റെ ഭാവത്തെയാണ്. അത് ഫിലിപ്പി ലേഖനം അതിന്റെ 2-ാം അധ്യായം 5-ാം വാക്യം വ്യക്തമായി പറയുന്നു, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ യേശുവിനെ പിതാവിന്റെ അടുക്കൽ എത്താനായിട്ട് ഏക മാർഗമേ ഉള്ളൂ, അത് യേശുവിന്റെ ശാരീരികമായുള്ള ഇമേജ് അല്ല പിതാവിങ്കിലേക്കുള്ള വഴി. യേശുവിന്റെ മനോഭാവമാണ്, യേശുവിന്റെ തിരിച്ചറിവാണ്, യേശുവും പിതാവും തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതത്തിന്റെ, അല്ലെങ്കിൽ നമുക്ക് പിതാവിങ്കിലേക്കുള്ള ഏക മാർഗം. എന്താണ് യേശുവിന്റെ മനോഭാവം? എന്തായിരുന്നു യേശുവിന്റെ മനോഭാവം? നമ്മളത് വചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. യേശു ഓൾവേസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും പിതാവും ഒന്നാകും, ഞാനും പിതാവ് ഒന്നാകും, ഞാനും പിതാവ് ഒന്നാണ്. യേശുവിനുണ്ടായിരുന്ന വലിയ മനോബോധം, വലിയ ധൈര്യം എന്താണെന്ന് അറിയാം. കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടു പോയാലും പിതാവ് എന്നെ വിടത്തില്ല, ഞാനും പിതാവ് ഒന്നാണ്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ ലഘുവായൊരു കാര്യം ഇതാണ്: യേശുവിനുണ്ടായിരുന്ന പിതാവും താനും ഒന്നാണെന്നുള്ള ബോധ്യമില്ലേ, ആ ബോധ്യമാണ് പിതാവിങ്കിലേക്കുള്ള നമ്മുടെ വഴി. അതായത് യേശു കാണിച്ചു തന്ന ശരീരമല്ല പിതാവിങ്കിലേക്കുള്ള വഴി, യേശു കാണിച്ചു തന്ന ആത്മീകതയാണ് പിതാവിങ്കിലേക്കുള്ള വഴി. അതായത് യേശുവിന് ആത്മാവിൽ ഉണ്ടായിരുന്ന കോൺഫിഡൻസ്. നമുക്കറിയാം, യേശുവിനെ ദേവാലയത്തിൽ നിന്ന് തിരിച്ചു പോയതായ മറിയയും യോസഫും യേശു ദേവാലയത്തിൽ തങ്ങിയത് അറിഞ്ഞില്ല. അവര് മടങ്ങി വന്ന് യേശു തങ്ങളുടെ കൂടെ ഇല്ല എന്നറിഞ്ഞ് അവിടെ എല്ലാം അന്വേഷിച്ചിട്ട് യേശുവിനെ കണ്ടെത്തിയില്ല. മടങ്ങി വന്ന് യേശുവിനോട് ചോദിച്ച ചോദ്യം, മകനെ നീ എന്താ ഇങ്ങനെ ചെയ്തത്? യേശു പറഞ്ഞൊരു കാര്യം, എന്റെ പിതാവിനുള്ളത് ഞാൻ ഇരിക്കേണ്ടതല്ലേ. നമുക്കറിയാം, ദേവാലയത്തെ ശുദ്ധീകരിച്ചപ്പോൾ അവരെല്ലാം വന്ന് ചോദിച്ചൊരു കാര്യമാണ്, നീ എന്ത് അധികാരം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്? യേശു പറഞ്ഞൊരു കാര്യം ഇതാ, എന്റെ ദൈവത്തിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി നിങ്ങൾ മാറ്റും. അപ്പൊ അവിടെ പിന്നെ തുടർന്ന് യേശു പറഞ്ഞൊരു കാര്യം, ഈ മന്ദിരം പൊളിക്കും, ഞാനതിനെ പണിയും. അത് ആ വാക്കുകളൊക്കെ പുറപ്പെട്ടത് ജഡപ്രകാരമുള്ള അറിവിൽ നിന്നല്ല, ആത്മാവിൽ തന്റെ സ്ഥാനം, ആത്മാവിൽ താൻ ആരാണെന്ന് വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് യേശു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശുവിന്റെ അടുക്കൽ അവർ വന്ന് ചോദിച്ചപ്പോ, അബ്രഹാമിന്റെ കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പം യേശു പറഞ്ഞൊരു കാര്യം എന്താ, അബ്രഹാം എന്റെ നാളുകൾ കാണാൻ ആഗ്രഹിച്ചു, കണ്ടു, ആനന്ദിച്ചു വിരിക്കുന്നു എന്നാണ്. കാരണം അബ്രഹാം കാണാൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോ എന്താണ്? അബ്രഹാം കണ്ടു, ആഗ്രഹിച്ചു. അതായത് അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞായിരുന്നു, യാഗത്തിനുള്ള മൃഗത്തെ കർത്താവ് നോക്കിക്കോളൂ. അപ്പൊ ആ യാഗമൃഗത്തെ വെയിറ്റ് ചെയ്യായിരുന്നു അബ്രഹാം. യേശു ക്രിസ്തുവിൽ അബ്രഹാം അത് കണ്ടു. അപ്പൊ അങ്ങനെ അവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, യേശു ക്രിസ്തുവിന് പിതാവും താനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉറപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അവര് ചോദിച്ച ചോദ്യം, നിനക്ക് അബ്രഹാമിനെ അറിയാമോ? അബ്രഹാമിന്റെ
അബ്രഹാമിന്റെ കാലഘട്ടത്തിന് അതീതമായിട്ട് ജീവിക്കുന്ന ഒരു കർത്താവിനോട് അവർ ചോദിക്കുന്നത്. കർത്താവ്, നീ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നവനാണ്. കർത്താവിനോട് അവർ ചോദിച്ച ചോദ്യം. അപ്പൊ കർത്താവ് പറഞ്ഞത്, എന്റെ ദിവസങ്ങളെ കാണാൻ അബ്രഹാം ആഗ്രഹിച്ചു, അത് കണ്ട് സന്തോഷിച്ചു എനിക്ക്. കാരണം ഇസഹാക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അപ്പൊ യാഗമൃഗം എവിടെ? കർത്താവ് പറഞ്ഞു, അബ്രഹാം പറഞ്ഞു, കർത്താവ് നോക്കിക്കോളൂ. ആ കർത്താവ് ദൈവം ഒരുക്കിയ കുഞ്ഞാടിനെ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ യേശുക്രിസ്തുവിനോട് അവരുടെ പിന്നെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം യേശു പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്റേതല്ല, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവം എന്നിൽ വസിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ യേശുവിനുണ്ടായിരുന്ന ആഴമേറിയ ബോധ്യം അതാണ്, യേശുവും പിതാവും തമ്മിലുള്ള വൺനെസ്. ഞാൻ പറഞ്ഞ പോലെ, അതായത് യേശുവിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ആളുകളോട് മനസ്സലിഞ്ഞതല്ല, രോഗികളെ സൗഖ്യമാക്കിയതല്ല, ഭൂതത്തെ പുറത്താക്കിയതല്ല, അവന്റെ പ്രാർത്ഥന രീതിയല്ല. യേശുവിൽ നാം കണ്ടു മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അവനും പിതാവും തമ്മിലുള്ള ആ ബോധ്യം, പിതാവ് ഒന്നാണെന്നുള്ള ബോധ്യം. ആ ബോധ്യമാണ് ഞാനും, ആ ഭാവമാണ്, ആ വെളിപ്പാടാണ് നിങ്ങൾക്കും എനിക്കും ലഭിക്കേണ്ടത്. അത് ആദ്യം സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഏക സത്യം അതാണ്, ദൈവം നമ്മിൽ വസിക്കും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 3-16 വാക്യത്തിൽ പറഞ്ഞ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഇവിടെ യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 4-ാം വാക്യമേ ഇങ്ങനെ പറയുന്നു, യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. അപ്പൊ ഇവിടെ ഇതിന്റെ 13-ാമത്തെ വാക്യം, 1 യോഹന്നാന്റെ ലേഖനം 4:13, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതാൽ നാം അറിയുന്നു. എത്ര മനോഹരമായിട്ടാണ് ഇത് പറയുന്നത്. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ഇതേ പുസ്തകത്തിന്റെ തന്നെ 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കുന്നു. അപ്പൊ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ആമേൻ, നമ്മുടെ കർത്താവ് നമ്മിൽ വസിക്കുന്നു. യേശുക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അനുഗമിക്കാനായിട്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, വേറെ ഒന്നുമല്ല നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്, പിതാവും പുത്രനും തമ്മിൽ ഒന്നാണെന്ന് അവൻ അറിഞ്ഞതുപോലെ തന്നെ നിങ്ങളും അറിയണം. ദൈവം വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവം എന്നിൽ വസിക്കുന്നു. ദൈവം എന്നിൽ വസിക്കുന്നു. ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന ആ ബോധ്യമില്ല. ആ ബോധ്യത്തിൽ നിന്നാണ് നമ്മുടെ സകല അത്ഭുതങ്ങളുടെയും തുടക്കം. ആ ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്ന ബോധ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ നിങ്ങളുടെ ജീവിതത്തിൽ നാം എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും നമുക്ക് ധൈര്യം പകർന്നു തരുന്ന ഈ ഒരു അറിവാണ്, നമ്മളെ ബലപ്പെടുത്തുന്ന ഈ ഒരു ബോധ്യമാണ്, ഞാനും പിതാവ് ഒന്നാണ്, ഞാനും ദൈവവുമായിട്ടുള്ള വൺനെസ്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥ. അതെ, കർത്താവിനോട് ഇപ്പൊ നമുക്ക് ഒരുപക്ഷെ ചോദ്യങ്ങൾ വന്നേക്കാം, അത് ശരിയാണോ? നമുക്ക് കർത്താവ് പറഞ്ഞൊരു കാര്യമായി, എന്റെ വചനം പ്രമാണിക്കുന്നവൻ, എന്നിൽ വസിക്കുന്നവന് ഞാനും പിതാവ് അവന്റെ അടുക്ക് വന്ന് അവനോട് കൂടെ വസിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അവനെ ലഭിപ്പാൻ കഴിയില്ല. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പിതാവ് അവനിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് അവനിൽ വസിക്കുന്നു, കർത്താവ് നമ്മിൽ വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനം, യേശു ചെയ്ത എല്ലാ പ്രവൃത്തി, മനസ്സലിവാകട്ടെ, അത്ഭുതങ്ങളാകട്ടെ, യേശുവിന്റെ ശുശ്രൂഷയിൽ നാം കണ്ട എത്ര അത്ഭുതങ്ങൾ, സകല അത്ഭുതങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവും പിതാവുമായുള്ള ഐക്യത്തിലുള്ള യേശുവിന്റെ ഉറപ്പായിരുന്നു.
നമുക്ക് ഈ 14-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് എന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ അവിടെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ ലാസറിനോട് പറഞ്ഞു, ലാസറിന്റെ ദീന വിവരം അറിഞ്ഞപ്പോ, ശാരീരികമായ ക്ഷീണത്തിലായിരിക്കുന്നുവെന്ന് സഹോദരങ്ങൾ ആളെ അയച്ചപ്പോ യേശുവിന് മറുപടി വളരെ സിമ്പിൾ ആയിരുന്നു, ഈ ദീന മരണത്തിനാണ്. അത് ഇവിടെ നമുക്ക് ഈ വാക്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് യേശു പറഞ്ഞതല്ല, പിതാവ് അവനിൽ വസിച്ചിട്ട് പിതാവിന്റെ പ്രവൃത്തി ചെയ്തത്. അപ്പൊ എല്ലാം അങ്ങനെ തന്നെ. ആ നിലത്തു തുപ്പി ചേറുണ്ടാക്കി ശിലോഹംകുളത്തിൽ ചെന്ന് കഴുകാനായിട്ട് പറഞ്ഞപ്പോ, ഇത് യോഹന്നാന്റെ സുവിശേഷം 5 ഇതെന്ന് കാണുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 9 കുരുടനായ മനുഷ്യന്റെ സൗഖ്യം കാണുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കാണുമ്പോൾ, ഇവിടെ എല്ലാം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞാക്കിയ കാര്യത്തെ കാണുമ്പോൾ, ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പിതാവായ ദൈവം യേശുവിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി നിവർത്തിച്ചതാണ് ഇവിടെ എല്ലാം. അത് നാം തിരിച്ചറിയുമ്പോൾ അതാണ് നമുക്ക് പിതാവിലേക്കുള്ള വഴി. യേശുവിന്റെ പുറമെ നമ്മൾ കാണുന്ന ഇമേജ് അല്ല പിതാവിലേക്കുള്ള വഴി. യേശു ക്രിസ്തു കാണിച്ചു തന്ന വെളിപ്പാട്, പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാട്, അതാണ് നമ്മള് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത്. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടില്ല. അങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. അപ്പൊ അവിടെ യേശു വെളിപ്പെടുത്തിയത് ദൈവവും ഭക്തന്മാരും തമ്മിലുള്ള ബന്ധമല്ല, രാജാവും പ്രജകളും തമ്മിലുള്ള ബന്ധമല്ല, പിതാവും മക്കളും തമ്മിലുള്ള കുടുംബ ബന്ധത്തെയാണ് യേശുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം അധ്യായം 7-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്ന പോലെ, നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു, നിങ്ങൾ വിശേഷതയേറിയവരാണ്, നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു, നിങ്ങൾ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ്, സ്വർഗീയ പിതാവ്, സ്വർഗീയ പിതാവ്. പ്രാർത്ഥനയിൽ പോലും ഇങ്ങനെ പറഞ്ഞു, സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ. അപ്പൊ അവിടെ യേശുവിന് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ ഉറപ്പാണ്. കാരണം യേശുവിനെ അവര് ഉപദ്രവിക്കാനായിട്ട് എടുത്ത പ്രധാനപ്പെട്ട കാരണം അതാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് നമ്മളത് കാണുന്നുണ്ട്. അതിന്റെ 18-ാം വാക്യം, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികം ശ്രമിച്ചു പോകുന്നു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, യേശുവിനോടുണ്ടായിരുന്ന അവരുടെ ഏറ്റവും വലിയ ദേഷ്യം എന്ന് പറയുന്നത് അത് യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല, യേശുക്രിസ്തു ചെയ്ത മറ്റൊരു കാര്യത്തെക്കാൾ അധികമായി അവരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് പിതാവിനോട് സമനാക്കി. അത് അവര് വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്, പിതാവിനോട് സമനാക്കിയത് കൊണ്ട്, പിതാവിന്റെ മകൻ എന്ന് പറഞ്ഞ് അവനോട് സമനാക്കിയത് കൊണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ഒരുപക്ഷെ നമ്മൾ കർത്താവിന്റെ അത്ഭുതങ്ങളൊക്കെയാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും അതുപോലെ യേശു ചെയ്തതുപോലെ അത്ഭുതം ചെയ്യണം. യെസ്, അത്ഭുതം ചെയ്യാം. പക്ഷെ അതിനപ്പുറമായ ആ ഒരു തലത്തിലേക്ക് നാം എത്തണമെങ്കിൽ നമ്മിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനമായ അറിവ്, അടിസ്ഥാനമായ വെളിപ്പാട് ഇതാണ്. യേശുവും പിതാവ് ഒന്നായിരുന്ന പോലെ, പിതാവ് യേശുവിൽ വസിച്ചതുപോലെ പിതാവ് എന്നിലും വസിക്കുന്നു, ദൈവം എന്നിലും വസിക്കുന്നു. ഈ ഒരു ബോധ്യമാണ് നമുക്ക്. ആ ഒരു ബോധ്യത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകളിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയിരിക്കുന്നത്. നമുക്ക് ഹല്ലേലൂയ ആ കർത്താവിലുള്ള നമ്മുടെ ബോധ്യം, കർത്താവിന് പിതാവിനോടുണ്ടായിരുന്നു, യേശുവിന് പിതാവിനോടുണ്ടായിരുന്ന അതേ ബോധ്യം, നമ്മുടെ അകത്തും ഉണ്ടാവണം. ആ ബോധ്യം, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്, പിതാവ് എന്നിൽ വസിക്കുന്നു, പിതാവായി ദൈവം എന്നിൽ വസിക്കുന്നു, ദൈവത്തിന്റെ മന്ദിരമാണ് ഞാൻ. ആ ഒരു ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റുന്നത്. ആ ഒരു ബോധ്യമാണ് ഹല്ലേലൂയ നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് നമ്മളൊരാള് രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഇതാണ്.
ആ വ്യക്തിക്ക് അറിവുണ്ടാകണം, ദൈവം എന്നിൽ വസിക്കുന്നു. ഗോഡ് ഈസ് ഇൻ മീ. ദൈവത്തിന്റെ മന്ദിരമാണ് ഞാൻ. അപ്പൊ ആ ദൈവത്തിന്റെ മന്ദിരമാണെന്നുള്ള നമ്മുടെ ബോധ്യമില്ല. ആ ബോധ്യമാണ് ഹല്ലേലൂയ യേശുവിൽ നിന്ന് നാം തിരിച്ചറിയേണ്ടതും പ്രാപിക്കേണ്ടതും. യേശു ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിത നിലവാരവും ജീവിത വ്യവസ്ഥയാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ, ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ഇതുവരെയായിട്ട് ഈ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങളിലെല്ലാം ബോധ്യം ഉണ്ടാകണം. ഞാനും ദൈവവുമായിട്ട് ഹല്ലേലൂയ പിതാവും മകനും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവത്തിന് അവകാശിയായിട്ട് ഞാൻ മാറിയിരിക്കുക. ദൈവത്തിന്റെ ആത്മാവാണ് എന്നിൽ വസിക്കുന്നതെന്ന ആഴമേറിയ ബോധ്യം. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ശുശ്രൂഷയുടെ ഓരോ മേഖലകൾ, ഓരോ സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 6:17, കർത്താവിനോട് പറ്റിച്ചേരുന്നവനും അവനുമായി ഏക ആത്മാവാകുന്നു. ആരാ? കർത്താവിനോട് പറ്റിച്ചേരുന്നത്, അവനുമായിട്ട് ഏക ആത്മാവ്. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു ബോധ്യം, ദൈവം എന്നിലാ വസിക്കുന്നത്, അതായിരുന്നു യേശുവിൽ നിന്ന് നാം തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ബോധ്യമാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെ യേശുക്രിസ്തുവിൽ പിതാവ് വസിച്ച പോലെ തന്നെ നമ്മിൽ വസിക്കുന്നുവെങ്കിൽ യേശു അത്ഭുതങ്ങളെ ചെയ്തല്ലോ, അടയാളങ്ങളെ ചെയ്തല്ലോ, എനിക്കങ്ങനെ അത്ഭുതം ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, ചിന്തിച്ച് നോക്കിക്കേ. യേശുക്രിസ്തു ചില സ്ഥലങ്ങളിൽ പോയപ്പോൾ അത്ഭുതം ചെയ്യാൻ സാധിച്ചില്ല. ചില രോഗികളെ സൗഖ്യമാക്കിയതല്ലാതെ അവരുടെ അവിശ്വാസ നിമിത്തം കർത്താവിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു കുരുടനായ മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ കർത്താവ് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി അവന് പ്രാർത്ഥിച്ചു. അവൻ മനുഷ്യരെ കണ്ടു, കണ്ണു തുറന്നു. പക്ഷെ അവൻ മരങ്ങളെ പോലെ മനുഷ്യനെ കണ്ടു. പിന്നെയും പ്രാർത്ഥിച്ചു, അവന് രോഗം സൗഖ്യമാണ്. ചിന്തിച്ചു നോക്കുക. യേശുക്രിസ്തു സഞ്ചരിച്ച പടകിലേക്കും തിരമാല അടിച്ചു. പക്ഷെ യേശുക്രിസ്തു സഞ്ചരിച്ച പടകിൽ തിരമാല അടിച്ചത് കൊണ്ടോ അവിടെ ചുറ്റുപാട് നിന്നവിടെ പലപ്പോഴും യേശുവിനെ ഉപദ്രവിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അവനെ ഉപദ്രവിച്ചു. അതുപോലെ തന്നെ യേശുവിനെ മറ്റു പല പേരുകൾ അവർ വിളിച്ചു. യേശു ചില സ്ഥലത്ത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ചില സ്ഥലത്ത് പോയപ്പം അവിടെ അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊന്നും, അതുപോലെ തന്നെ നമുക്കറിയാലോ, യേശുക്രിസ്തുവിനെ ശിഷ്യന്മാര് തന്നെ കടലിൽ നടന്നു വന്ന് യേശുവിനെ ഭൂതമെന്ന് വിളിച്ചു. അപ്പൊ അങ്ങനെ യേശുക്രിസ്തുവിനെ യേശുവിനെ ഇട്ടേച്ചു പോയി. പത്രോസ് യേശുവിനെ ചോദ്യം ചെയ്തു. യേശുവിനോട് പറഞ്ഞു, യേശു അങ്ങ് മരിക്കരുത്. യോഹന്നാന് സഹോദരൻ വന്ന് ചോദിച്ചു, വലത്തും ഇടത്തും ഇരിക്കണം. അപ്പൊ ഈ നിലകളിലൊക്കെ യേശുവിന്റെ ആ ദൈവീകമായ ഭാവത്തിന് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിൽ പല കാര്യങ്ങളുണ്ടായി. നമുക്കറിയാം, യേശുവിന് 40 ദിവസം പിശാച് മരുഭൂമിയിൽ പരീക്ഷിച്ചു. ഈ പരീക്ഷകളൊന്നും തന്നെ യേശുക്രിസ്തുവിന് അന്ന് യോർദാനിൽ കേട്ട ശബ്ദമില്ലേ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇളക്കാനായിട്ട്, ആ ഒരു പ്രസ്താവനയെ, അല്ലെങ്കിൽ ആ കർത്താവിനുണ്ടായിരുന്ന കൺവിക്ഷനെ ഇളക്കാനായിട്ട് ഒരു സാഹചര്യങ്ങൾക്കും സാധിച്ചില്ല. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നിങ്ങൾക്കും എനിക്കും വേണ്ടുന്ന ബോധ്യം. ചിന്തിച്ചു നോക്കുക. യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോയപ്പോൾ, യേശുവിനെ ക്രൂശിച്ചപ്പോൾ അവരാൽ പിടിക്കപ്പെട്ടു, അവരെ തുപ്പി, മുറിവേൽപ്പിച്ചു, നിന്ദിച്ചു, കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. അപ്പോഴും അവൻ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകൽ ഇവരോട് ക്ഷമിക്കണം. അവിടെയും താൻ പിതാവിന്റെ മകനാണെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് നിന്നത്. അവസാനം യേശു പറഞ്ഞു, പിതാവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കും. അപ്പൊ അവിടെയെല്ലാം യേശുക്രിസ്തു എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിച്ച ആ ഒരു ഭാഗം വഴി, അത് നമ്മളോട് ഐഡന്റിഫൈ ചെയ്ത് നമ്മളെപ്പോലെ താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടി യേശു പറഞ്ഞതാണ്. ബാക്കി എല്ലായിടത്തും പിതാവിനുള്ള ബോധ്യം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങളും ഞാനും ആ കാലഘട്ടത്തിന് അതീതമായി പുനരുത്ഥാനം ചെയ്ത് കർത്താവിന്റെ ആത്മാവിനെ ചുമക്കുന്നവരാണ് നിങ്ങൾ ഞാൻ. പുനരുത്ഥാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ, പുനരുത്ഥാനം ചെയ്തവനായ കർത്താവിന്റെ ആത്മാവിനെ ചുമക്കുന്നവരെ നിങ്ങൾ ഞാൻ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബോധ്യം എന്താ?
ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്ത് വസിക്കുന്നു, ദൈവം എന്റെ അകത്ത് വസിക്കുന്നു, കർത്താവിന്റെ മന്ദിരമാണ് ഞാൻ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്ത് വസിക്കുന്നുകൊണ്ട് ഒരു ദോഷം, ഒരു തിന്മയും, ഒരു ശാപവും, ഒരു അനർത്ഥവും എന്റെ മേൽ ഭവിക്കത്തില്ല, ഏൽക്കത്തില്ല. എന്നെ തകർക്കാൻ, നശിപ്പിക്കാൻ, എന്നെ ഇല്ലാതെയാക്കാൻ ഒരു പ്രതിസന്ധിക്കും സാധ്യമല്ല. ബിക്കോസ് ഐ എം എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണെന്നുള്ള ആഴമേറിയ ബോധ്യം നിങ്ങളെ വാഴണം. അത് നമ്മളെ നയിക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കും. ഇത് വീണ്ടും നിങ്ങൾ ഒരിക്കൽ കൂടി ഈ മെസ്സേജ് ഒന്ന് കേൾക്കും. നിങ്ങളുടെ ജീവിതത്തെ നിശ്ചയമായിട്ടും അത് മാറ്റിമറിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ വെളിപ്പാട് അതാണ്. ബൈബിളിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ വെളിപ്പാട് അതാണ്. ഞാൻ ക്രിസ്തുവിൽ ഒന്നാണ്, ഞാൻ ദൈവത്തിൽ, ദൈവം എന്നിൽ വസിക്കുന്നു, ഞാൻ ദൈവത്തിലാണ്. അത് 1 യോഹന്നാന്റെ ലേഖനം 4:15 വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മൾ ദൈവത്തിലാണ്, ദൈവം നമ്മിൽ വസിക്കും. ആ ബോധ്യത്തിൽ ഹല്ലേലൂയ, ശാപത്തെയും രോഗത്തെയും ദാരിദ്ര്യത്തെയും മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളിൽ അസാമാന്യ ധൈര്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് പകരട്ടെ. യെസ്, ഈ ബോധ്യത്തിൽ നിൽക്കാം. ജീവിതത്തിൽ ജയാളികളായി തീരാം, ഒരിടത്തും പരാജയപ്പെടാതെ ബോധ്യത്തോടെ, നല്ല ബോധ്യത്തോടെ മുന്നോട്ട് പോകാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അസാധാരണമായ ഹല്ലേലൂയ ദൈവിക ബോധ്യം ഞങ്ങളകത്ത് തരണം. ദൈവം ഞങ്ങളിലാണ് വസിക്കുന്നത്. ശാപത്തെയും രോഗത്തെയും ദാരിദ്ര്യത്തെയും ജയിച്ചവൻ, ഉയർത്തവൻ, അധികാരമുള്ളവൻ, ശക്തനായവൻ, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ ഹല്ലേലൂയ പിതാവിനോട് ഒന്നാക്കി ചേർത്തവൻ ഞങ്ങളിലുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. എല്ലാ പ്രതികൂലങ്ങളെയും, എല്ലാ പ്രതിസന്ധികളെയും ഞങ്ങൾ തരണം ചെയ്യാനായിട്ട് ആത്മാവെ, പരിശുദ്ധാത്മാവെ, കൃപ ഞങ്ങളുടെ മേലേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവെ, ഈ വെളിപ്പാടിൽ മുന്നോട്ട് പോകാൻ ഓരോരുത്തരെ സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, രോഗത്താൽ, ഭാരത്താൽ, നിരാശയാൽ ആരെങ്കിലും എന്നെ കാണുന്നെങ്കിൽ ആ രോഗവും ശാപവും ദാരിദ്ര്യവും നിരാശയും ഈ വെളിപ്പാടിന് മുമ്പിൽ തകർന്നു മാറട്ടെ. കർത്താവെ, അത്ഭുതം അവിടുന്ന് ചെയ്തതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പാടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങൾ ബൈബിളിൽ നിന്ന് അറിയേണ്ട ഒരു രഹസ്യം ഉണ്ടെങ്കിൽ ഇതാണ്, ഈ ഒരു രഹസ്യം. അതുകൊണ്ടാണ് തലമുറകൾക്കും പൂർവ്വകാലങ്ങൾക്കും മറഞ്ഞു കിടന്ന മർമ്മം വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നത് തന്നെ. അതെ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ബോധ്യം ഉണ്ടാകട്ടെ. ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ദൈവമായവർ നിങ്ങളിൽ വസിക്കും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിൽ, ജീവിതത്തിന്റെ ഓരോ യാത്രകളിലും ഈ ബോധ്യത്തോടുകൂടി നിങ്ങൾ ഇന്ന് സ്റ്റെപ്പെടുക്കാൻ പോകും. നിങ്ങൾ ജയാളികളായി തീരും, നിശ്ചയമായിട്ട് ജയാളികളായി തീരും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങൾ ഒരിക്കൽ കൂടെ കേൾക്കണം. ഒരിക്കൽ കൂടെ അല്ല, പല ആവർത്തി നിങ്ങൾ കേൾക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സുവിശേഷത്തെ നിങ്ങൾ ഇതുവരെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം തരാനായിട്ട് ഈ മെസ്സേജിന് സാധിക്കും. സോ നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ഈ മെസ്സേജ് കേൾക്കണം. നിശ്ചയമായിട്ട് മറ്റുള്ളവർക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിശ്ചയമായിട്ടും അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി, ഒരു സംശയമില്ല. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.